കാട്ടാക്കടക്കാരി സുമയ്യ എന്ന് പറയുന്ന സഹോദരിക്കുണ്ടായ ദുരവസ്ഥ അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ മെഡിക്കൽ നെഗ്ലിജൻസ് മൂലം ഉണ്ടാകുന്ന ഒരുപാട് കുഴപ്പങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ഒരു സഹോദരിയുടെ വയറിൽ ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് കത്രിക കണ്ടെടുത്ത് വെച്ച് തുന്നിക്കെട്ടി. ഒരുപാട് കഷ്ടപ്പെട്ടു ആ സഹോദരി. ഇപ്പോഴും നിയമത്തിൻ്റെ നൂലാമാലകളുമായിട്ട് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നീതി ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇതുപോലുള്ള എത്ര എണ്ണം ഈ ഇതുപോലെ ഓരോന്ന് തയ്ക്കുന്ന സാധനങ്ങളും അതും ഇതുമൊക്കെ വയറിനകത്ത് വെച്ചിട്ട് ഇവർ തയ്ച്ച് വെക്കും. അവസാനം ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും വയറുവേദന, സഹിക്കാൻ വയ്യ, ശ്വാസം മുട്ടൽ, ഇതൊക്കെ വരുമ്പോഴാണ് പോയിട്ട് ഇത് രണ്ടാമത് പക്ക പരിശോധിച്ച് എക്സ്റേ എടുത്ത് നോക്കുമ്പോഴാണ് കാണുന്നത് മറ്റേ സൂചി അകത്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിരിക്കുന്നു, കത്രിയിരിക്കുന്നു, ഇതൊക്കെ കാണുന്നത് കത്തിയിരിക്കുന്നു. ഇതൊക്കെ വയറിലെ ഒക്കെ ഇത് പെട്ടുപോകും. അത് ഏറ്റവും വലിയ അശ്രദ്ധയല്ലേ? മെഡിക്കൽ നെഗ്ലിജൻസ് അല്ലേ? ഡോക്ടേഴ്സ് അങ്ങനെ ആകാമോ? ഈ ഒരു നെഗ്ലിജൻസും കാണിക്കാൻ പാടില്ലാത്ത ഒരു വർഗമാണ് ഡോക്ടേഴ്സ്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവർ ഈ രോഗികളുടെ ജീവൻ വെച്ച് കളിക്കുന്നവരാണ്. അവരുടെ ഒരു നെഗ്ലിജൻസ് എന്ന് പറഞ്ഞ അശ്രദ്ധ ഉണ്ടെങ്കിൽ ഒരു ജീവനാണ് നഷ്ടപ്പെടുന്നത്, പൊലിഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ വർഷങ്ങളോളം ആ രോഗി കഷ്ടപ്പെടുകയാണ് വീണ്ടും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഈ സുമയ്യയ്ക്ക് വന്നത്. സുമയ്യ തൈറോയിഡിൻ്റെ പ്രോബ്ലമായിട്ട് സുമയ്യ ചികിത്സയ്ക്ക് പോയി. അവസാനം അതായത് ജനറൽ ഹോസ്പിറ്റലാണ്, തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലാണ് ചെല്ലുന്നത്. ഒരു സർജറി അതിന് വേണ്ടി വന്നു. ആ സർജറി നടത്തിയത് ഡോക്ടർ രാജീവ് കുമാർ എന്ന് പറയുന്ന ഡോക്ടറാണ്. അത് ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവസാനം ഈ സർജറി നടത്തിയപ്പോൾ ഈ നമ്മുടെ ഈ രക്തധമനികളെ അതിനകത്തൂടെ ഈ ഗൈഡ് ചെയ്ത് ഒരു 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 വയറ് വിടും കേട്ടോ. ആ വയറെന്ന് പറഞ്ഞാൽ ഗൈഡിങ് വയറാണ്. അത് വിട്ട് ആണ്, കാരണം അത് വികസിപ്പിച്ചെടുക്കാനാണ് ചെയ്യുന്നത്. ഇതേപോലെ ഈ ശസ്ത്രക്രിയ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. അവരുടെ തൈറോയിഡ് റിമൂവ് ചെയ്തു. അവസാനം അത് RCC പരിശോധിച്ചപ്പോൾ അപ്പോൾ ഇത് റിമൂവ് ചെയ്തത് 2023 മാർച്ചാണ്. RCCയിൽ ഇത് പരിശോധിപ്പിച്ച് വന്നപ്പോൾ അവർക്ക് ക്യാൻസർ ആണെന്ന് ഡിറ്റക്ട് ചെയ്തു. അത് ക്യാൻസറസ് ആണ്. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റിനാണ് RCC ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ ഇത് റിമൂവ് ചെയ്ത് ഇതങ്ങോട്ട് കഴിഞ്ഞു. റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുതലേ ഇവർക്ക് ശ്വാസം മുട്ടൽ, അതുപോലെ പടികൾ കയറാൻ വയ്യ, പിന്നെ അവർ അണയ്ക്കുകയാണ്, ശ്വാസം മുട്ടുന്നു, ബുദ്ധിമുട്ട്, ഈ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാവും? അവർ ഇതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാനായിട്ട് പോയി. അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ ചെന്നൊന്ന് ഒന്ന് പരിശോധിച്ച് ഒന്ന് എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയാവും? അവരുടെ നെഞ്ചിനുള്ളിൽ രക്തധമനിക്കുള്ളിലായിട്ട് ഈ പറയുന്ന ഗൈഡ് വയർ ഇതാണ് അതിരിക്കുന്നു. അപ്പോൾ 50 സെൻറ്റിമീറ്റർ നീളമുള്ള വയറാണ്. അവർ ഇപ്പോൾ RCCയിലോട്ട് പോയപ്പോൾ RCCയിലും ഇത് പരിശോധിച്ചിട്ട് ഇത് കണ്ടുപിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ ഇവർ ആ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ഇതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടോ? ഇതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അല്ല, എനിക്കത് ഭാവി പ്രശ്നം ഉണ്ടാവും. അല്ല, അതെങ്ങനെ പറയുന്നേ? അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ ഇത് കേട്ടോ. അത് ദൈവത്തിൻ്റെ കയ്യിലാണ് അവരുടെ ജീവൻ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഇതിപ്പോൾ എന്താണെന്നറിയോ? അതപ്പോൾ ഇതിനെക്കുറിച്ച് ഇവർ നേരെ ആ ഡോക്ടറെ അടുത്ത് പോയി. ഈ സർജറി നടത്തിയ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു, അത് സാരമില്ല, ഒരു ചെറിയ പ്രശ്നമാണ്, അത് റിമൂവ് ചെയ്യാൻ പറ്റും. ആ വയറ് ഇങ്ങനെ അത് ശസ്ത്രക്രിയയുടെ ഇടയിൽ അങ്ങനെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഇതിനകത്ത് ഇരിക്കുകയാണ് വയറ്. അപ്പോൾ ആ വയറ് അപ്പോൾ ഡോക്ടർ തന്നെ ഒരു കാര്യം ചെയ്തു, ഇതെങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണം. അതുകൊണ്ട് നിങ്ങളുടെ കേസും വഴക്കൊന്നും ആക്കണ്ട, ഇത് ഞാൻ ശരിയാക്കിച്ചു തരാം. RCC തന്നെ ചെന്നാൽ മതി, അവിടെ ഇത് ശരിയാക്കി തരും. ഒരു ചെറിയ ഒരു കീ ഹോൾ സർജറിയിലൂടെ ഇത് വെളിയിലെടുക്കാം എന്ന് പറഞ്ഞു ഒരു 6000 രൂപ ഇവർക്ക് അവിടുത്തെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുത്തു കേട്ടോ. അതും കൊടുത്തു. പിന്നെ അതായത് RCC എല്ലാവരും ശ്രീചിത്രയിലേക്ക് റെഫർ ചെയ്തു. അവിടെ പോയി ശ്രീചിത്ര ഹോസ്പിറ്റലിൽ പോയി അവിടേക്ക് റെഫർ ചെയ്തു. ഇവർക്ക് 6000 രൂപ അവിടുത്തെ ചിലവിന് കൊടുത്തു. പിന്നെ അവിടുന്ന് OP കാർഡ് എടുക്കുന്നതും മറ്റ് ചിലവിനുമായിട്ട് ഒരു 599 രൂപയും കൊടുത്തു. ഡോക്ടറും കൈയഴുകി, രാജീവ് കുമാർ. അത് കഴിഞ്ഞ് ഇവർക്ക് ഈ അസുഖം വല്ല രക്ഷയുണ്ടോ? ഇവർ നേരെ ഇതും കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇതിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ മുകളിൽ അതായത് ഈ
ഈ ഇതിൻ്റെ മുകളിൽ ഇത് ആ മാംസം കവർ ചെയ്ത് ഇപ്പം നമുക്ക് ഒരു ചിലപ്പം മരമൊക്കെ കണ്ടിട്ടില്ലേ നിൽക്കുമ്പോൾ അതിനെ ഓരോന്ന് കവർ ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞ മാതിരി ഇത് കവർ ചെയ്തത് പോയി. ഇത് വെളിയിലെടുക്കാൻ ഇനി പറ്റുകയില്ല. 50 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ഇത് പുറത്തെടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ടിന് ട്രബിൾ ഉണ്ടാവും, ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്നറിയാം, നമ്മുടെ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഒരു ഡോക്ടർ KJ റീന ഒരു കണ്ടുപിടുത്തം നടത്തി. ഇത് നെഞ്ചിനുള്ളിലല്ല കുടുങ്ങിയേക്കുന്നത്, ഇത് തൊണ്ടയിലാണ് കുടുങ്ങിയേക്കുന്നത്. അത് ശരിയാണ്, നെഞ്ചിനുള്ളിലല്ല തൊണ്ടയിലാണ് കുടുങ്ങിയേക്കുന്നത്. കാരണം ഇത് ഈ മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറയുന്ന അസുഖത്തിന് വേണ്ടി നടത്തിയ ഒരു സർജറിയാണ്. അപ്പോൾ ആ തൊണ്ടയിലാണ് കുടുങ്ങിയേക്കുന്നത്, നെഞ്ചിലല്ല എന്ന് പറഞ്ഞു. ഈ സുമയ്യ ഈ എക്സ്റേ ഉൾപ്പെടെ ആയരാക്കിയതാണ് നെഞ്ചിൽ ഇതിരിക്കുന്നതിൻ്റെ കാരണം. എന്നിട്ടാണ് ഇതും കണ്ടുകൊണ്ട് അങ്ങ് വിളിച്ച് പറയുകയാണ് ഓരോന്നിൽ. കാരണം ആ ഡോക്ടറെ ഏതൊക്കെ വിധത്തിൽ രക്ഷപ്പെടുത്താം, ഇതൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ്, തൊണ്ടയിലാണ്, ഒന്നുമില്ല, നെഞ്ചിലൊന്നും അല്ല, അതുകൊണ്ട് വരുത്തില്ല എന്നാണ്. ആദ്യം ചോദിക്കുന്നത് എന്താ ഇവരുടെ അടുത്ത്, വേറെ ഹാർട്ടിന് വല്ല സർജറി നടത്തിയിരുന്നോ? ഇതൊക്കെയാണ് അന്വേഷിക്കുന്നത്. ഒരു സർജറി ഈ സ്ത്രീ വരെ ചെയ്തിട്ടില്ല, വേറെ ഒരു സർജിക്കൽ ഇൻ്റർവെൻഷനും ഇവരുടെ ദേഹത്ത് ഉണ്ടായിട്ടില്ല. എന്നിട്ട് എന്താ, ഇതെങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണം. പക്ഷേ ഇപ്പം ഈ സ്ത്രീയുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നുണ്ടല്ലോ, വളരെ ബദ്ധപ്പാടാണ്. കാരണം ഇത് രക്തധമനിയുമായിട്ട് ഇതങ്ങ് ഒട്ടിപ്പോയി. ഈ വയർ ഒട്ടിപ്പോയത് കാരണം ഇത് കാരണം അത് റിമൂവ് ചെയ്യാനൊക്കത്തില്ല. അതാണ് കുഴപ്പം. ഇത് ശസ്ത്രക്രിയയിലൂടെ ഇത് പുറത്തെടുക്കാനൊക്കത്തില്ല. അവരേതായാലും ഇപ്പോൾ സുമയ്യ ഒരു കാര്യം ചെയ്തു, പിന്നെ ഏതായാലും പോലീസിൽ പരാതി കൊടുത്തു കേട്ടോ. പരാതി കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപ ഡോക്ടർ കൊടുക്കണം. ഇപ്പം ശ്വാസം മുട്ടും കിതപ്പും ഒക്കെയാണ്. ആ സ്ത്രീയുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അവരെന്ത് ചെയ്തിട്ടാണ്? അവരൊരു സർജറിക്ക് പോയി. ആ ഡോക്ടറുടെ ഏറ്റവും വലിയ അശ്രദ്ധയല്ലേ ഈ സർജറി നടത്തിയപ്പം ഈ വയറ് തൊണ്ടയിൽ കുടുങ്ങിപ്പോവുക എന്ന് പറയുന്നത്. ആ തൊണ്ടയിലല്ല, അത് മാത്രമല്ല, അതങ്ങ് പോയി. അത് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന് അന്വേഷിച്ചപ്പോൾ എന്താണെന്നറിയോ, 6 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ എക്സ്റേ എടുത്ത് നോക്കണം. ഈ വയറ് അല്പം ഇനി നീങ്ങിയിട്ടുണ്ടോന്ന്. ഇപ്പം നെഞ്ചിലല്ല ഇരിക്കുന്നേ, ഇത് മൂവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ മൂവ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇത് എടുക്കാം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. പക്ഷേ ഈ സ്ത്രീക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, അതിന് ആര് മറുപടി സമാധാനം പറയും? അവരുടെ ജീവിതം തന്നെ വളരെ ബുദ്ധിമുട്ടിലായില്ലേ. അവർക്കിപ്പോൾ ഒരു ജോലി പോലും ചെയ്യാൻ പറ്റുന്നില്ല, അവർക്കൊരു പടി കയറാൻ പറ്റുന്നില്ല, നേരെ ചൊവ്വേ ശ്വാസം വിടാൻ പറ്റുന്നില്ല, നടക്കുമ്പോൾ വലിയ കിതപ്പുണ്ടാകുന്നു. ഈ ബുദ്ധിമുട്ടുകളൊക്കെയാണ് ആ സഹോദരി അനുഭവിക്കുന്നത്. അതെന്താ കാര്യം? അതിൻ്റെ കാരണം മെഡിക്കൽ നെഗ്ലിജൻസ് ആണ്. ഈ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ ഈ ജോലിയൊക്കെ ചെയ്യുന്ന ഡോക്ടേഴ്സ് വളരെ കെയർഫുൾ ആയിരിക്കണ്ടേ? അവർ വളരെ സൂക്ഷ്മത പുലർത്തണം. പലപ്പോഴും അത് ചെയ്യാറില്ല. അത് ചെയ്യാതെ പോകുമ്പോൾ മനുഷ്യ ജീവൻ അപകടത്തിലാകുന്നു എന്ന് മാത്രമല്ല, ജീവന അപകടത്തിലായി അങ്ങ് മരിച്ചു പോകുമല്ലോ, അവരനുഭവിക്കുന്നില്ല. പക്ഷേ ഈ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളായിട്ട് മാറുന്ന എത്ര പേരുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഡോക്ടേഴ്സിൻ്റെ സമൂഹം ഇതൊന്ന് തിരിച്ചറിയണം. കാരണം നിങ്ങളുടെ ശ്രദ്ധക്കുറവെന്ന് പറയുന്നത് വളരെ വലിയ ദുരിതം ഉണ്ടാക്കി മാറ്റും. അങ്ങനെ ആകരുത്. അതാണ് നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്. ശ്രദ്ധിക്കുക.